Hi dear students, ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. അത് അറിയാത്ത കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും തന്നെ കേരള സിലബസിൽ പഠിച്ച എല്ലാ കുട്ടികളും തന്നെ അത് പഠിച്ചതാവും. അല്ലാത്ത കുറച്ച് കുട്ടികളും കൂടെ ഉണ്ടാവും, അവർക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇതുവരെ എഴുതിയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു? KLMN എന്ന് പറയുന്ന മെയിൻ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസിനെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷെല്ലുകളിലാണ് റിവോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഷെല്ല് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നിങ്ങൾ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു KLMN എന്ന് പറഞ്ഞിട്ട്. അതിന് നമ്മൾ മെയിൻ ഷെൽ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ഷെല്ലിലെ ഫസ്റ്റ് ഷെല്ലിന് നിങ്ങൾ K എന്നാണ് വിളിച്ചിട്ടുണ്ടാവുക അല്ലേ? രണ്ടാമത്തെ ഷെല്ലിന് നിങ്ങൾ L എന്നാണ് വിളിച്ചിട്ടുണ്ടാവുക. മൂന്നാമത്തേന് നിങ്ങൾ M എന്ന് പറഞ്ഞിട്ടുണ്ടാവും, N. അങ്ങനെ KLMN എന്ന് പറയുന്ന ഓർഡറിലാണ് ഷെല്ലുകളെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ അങ്ങനെ പഠിച്ചു. ഇനി പറയുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ KLMN എന്ന് പറയുന്ന മെയിൻ ഷെല്ലുകൾക്ക് അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവക്കുള്ളിൽ തന്നെ K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൻ്റെ ഉള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. എല്ലാ മെയിൻ ഷെല്ലിനും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ തന്നെ സബ് ഷെല്ലുണ്ട്. ആ K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലുള്ള സബ് ഷെല്ലാണ് നമ്മുടെ S എന്ന് പറയുന്ന സബ് ഷെല്ല്. നിങ്ങൾ സ്മോൾ ലെറ്ററിൽ S എന്നാണ് നമ്മൾ ആ ഒരു സബ് ഷെല്ലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലുള്ള സബ് ഷെല്ലാണ് S. L എന്ന് പറയുന്ന മെയിൻ ഷെല്ല്, രണ്ടാമത്തെ നമ്മുടെ ഷെല്ലാണ് L. അതിൽ രണ്ട് സബ് ഷെല്ലുകളുണ്ട്. അവ L എന്ന് പറയുന്ന മെയിൻ ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് സബ് ഷെല്ലുകൾ കൊണ്ടാണ്, S and P. ഓക്കെ, മൂന്നാമത് പറയുന്ന നമ്മുടെ മെയിൻ ഷെല്ലാണ് M എന്ന് പറയുന്നത്. M എന്ന് പറയുന്ന മെയിൻ ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് സബ് ഷെല്ലുകൾ കൊണ്ടാണ്, S, P, D. ഓക്കെ, സ്മോൾ ലെറ്ററിലാണ് കേട്ടോ, S, P, D. ഇതാണ് മൂന്ന് സബ് ഷെല്ലുകൾ. M എന്ന് പറയുന്ന മെയിൻ ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് S, P, D എന്ന് പറയുന്ന മൂന്ന് സബ് ഷെല്ലുകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ N എന്ന് പറയുന്ന മെയിൻ ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് നാല് സബ് ഷെല്ലുകൾ കൊണ്ടാണ്, S, P, D and F. ഇതാണ് നമ്മുടെ സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. മെയിൻ ഷെല്ലുകളുടെ ഉള്ളിലുള്ള സബ് ഷെല്ലുകളാണ് ഈ S, P, D, F എന്ന് പറയുന്നത്. അതിൽ Kയിൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ, S എന്ന് പറയുന്ന സബ് ഷെല്ലേ ഉള്ളൂ. K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ. Lൽ രണ്ട് സബ് ഷെല്ലുണ്ട്, S ആൻഡ് P ആണ്. Mൽ മൂന്ന് സബ് ഷെല്ലുണ്ട്, S, P, D ആണ്. അതുപോലെ Nൽ നാല് സബ് ഷെല്ല് ഉണ്ടായിരിക്കും, S, P, D, F. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ മെയിൻ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മെയിൻ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസിനെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സബ് ഷെല്ലിലോട്ടാണ് ഇനി ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈസിയാണ്. നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ഈ S, P, D, F എന്നൊക്കെ പറയുന്ന സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം കൊള്ളും എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. നിങ്ങൾക്കറിയാം KLMN എന്ന് പറഞ്ഞ് നിങ്ങൾ മെയിൻ ഷെല്ലുകൾ പഠിച്ചപ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് കൊള്ളുന്നത് അല്ലേ? Lൽ 8 ഇലക്ട്രോൺ കൊള്ളും, Mൽ 18 ഇലക്ട്രോൺ കൊള്ളും, Nൽ 32 ഇലക്ട്രോൺ കൊള്ളും. ഈ 2, 8 എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പഠിച്ചത് എന്തിൻ്റെ ബേസിലാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഈ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ 18 പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവിടെ 32 പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മുടെ സബ് ഷെല്ലായിട്ടുള്ള S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ അറിയണം കേട്ടോ. ഇതറിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയുള്ളൂ. Sൽ മാക്സിമം 2 ഇലക്ട്രോൺ, Pയിൽ മാക്സിമം 6 ഇലക്ട്രോൺ, Dയിൽ മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളും, Fൽ മാക്സിമം 14 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഇതറിയണം, Sൽ മാക്സിമം 2 ഇലക്ട്രോൺ, Pയിൽ മാക്സിമം 6, Dയിൽ മാക്സിമം 10, Fൽ മാക്സിമം 14 ഇലക്ട്രോൺസ്. പിന്നെ അറിയേണ്ട കാര്യം എന്താ? K എന്ന് പറയുന്നതിൽ ഒരൊറ്റ സബ് ഷെല്ലേ ഉള്ളൂ. Kനെ നമ്മൾ 1 എന്നായിട്ടാണ് ഇനി റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. 1 ഒന്നാമത്തെ ഷെല്ലല്ലേ, അപ്പോൾ നമ്മൾ Kനെ 1 എന്ന് പറഞ്ഞു. 1 എന്ന് പറയുന്ന ഷെല്ലിൽ S എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്.
2 എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലെ S എന്ന് പറയുന്ന സബ് ഷെല്ലും P എന്ന് പറയുന്ന സബ് ഷെല്ലും ഉണ്ട്. അപ്പോൾ 2ൽ 2S ഉണ്ട്, 2ൽ 2P ഉണ്ട്. മൂന്നാമത്തെ മെയിൻ ഷെല്ലില് 3S 3P 3D അങ്ങനെ 3 സബ് ഷെൽ ഉണ്ടായിരിക്കും. 3P ഉണ്ടായിരിക്കും, 3D ഉണ്ടായിരിക്കും, 3S ഉണ്ട്. അതുപോലെ 4ലാണെങ്കിലോ 4S ഉണ്ട്, 4P ഉണ്ട്, 4D ഉണ്ട്, 4F ഉണ്ട്. ഇതാണ് നിങ്ങളിവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 1ൽ S മാത്രമേ ഉള്ളൂ. 1 എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ S മാത്രമേ ഉള്ളൂ. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ കൊള്ളും, ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളും, എഫിൽ മാക്സിമം 14 ഇലക്ട്രോൺ കൊള്ളും. ഓക്കെ അല്ലേ? അപ്പോൾ 1ൽ S, 2ൽ 2S ഉണ്ടാവും, 2ൽ 2P ഉണ്ട്, 3ൽ 3S ഉണ്ട്, 3P ഉണ്ട്, 3D ഉണ്ട്, 4ൽ 4S 4P 4D 4F. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പം നമുക്ക് ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒന്ന് എഴുതി വെക്കല്ലേ. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ബോറോണിന് നമ്മൾ അറ്റോമിക് നമ്പർ 5 അല്ലേ? നിങ്ങൾ ഇതുവരെ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2 3 അല്ലേ? അതെവിടേക്കാ പോയത്? കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലോട്ട് അല്ലേ? കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 എണ്ണം, എൽ എന്ന് പറയുന്ന ഷെല്ലിൽ 3 ഇലക്ട്രോൺ. ഇങ്ങനെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഇനി ഇതിന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയാലോ, കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. അപ്പൊ കെനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇനി 1. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 1s. 1ൽ S സബ്ഷെല്ലിലോട്ട് ഈ 2 ഇലക്ട്രോണും പോയി. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പൊ 1s2. 1 എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലെ S എന്ന് പറയുന്ന സബ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ പോയി. 1s2. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അതെവിടെ പോവും? രണ്ടാമത്തെ ഷെല്ലിലോട്ട് പോവും അല്ലേ? എല്ലിലോട്ട് പോവും. അപ്പോൾ 2ൽ എസ്സിൽക്കാണ് ആദ്യം പോവുക. 2ൽ എസ്സിൽക്ക് ആദ്യം പോവും. 2ൽ എസ്സിൽ എത്ര എണ്ണം കൊള്ളും? 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. 2ൽ എസ്സിൽ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. നമുക്കറിയാം എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. പിന്നെ 2ൽ ആരുള്ളത്? 2ൽ P എന്ന് പറയുന്ന സബ്ഷെല്ലും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ബാക്കി അവിടെ 2Pയിലോട്ടാണ് പോവുക. 2Pയിൽ ബാക്കി എത്ര ആളുകൾ ഇനി പോവാണ്ട്? ഒരൊറ്റ ഇലക്ട്രോണല്ലേ ഉള്ളൂ. അത് P1യിലോട്ട് പോവും. P1 1s2 2s2 2p1. സിമ്പിൾ അല്ലേ? ബോറോൺ 2 3 എന്ന് എഴുതിയതിന് പകരം നിങ്ങൾ എഴുതുകയാണ് 1ൽ കെ എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന ഷെല്ലിൽ എസ്സിലോട്ട് ആദ്യം 2 ഇലക്ട്രോൺ പോയി. പിന്നെ എല്ലിൽ രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്. അപ്പോൾ 2sൽ 2 പോയി, ബാക്കി വരുന്ന ഒരു ഇലക്ട്രോൺ 2p1യിലോട്ട് പോയി. ഈസി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇനി നമുക്ക് വേറൊരാളും കൂടെ എഴുതി നോക്കാം. ഫ്ലൂറിൻ എന്ന് എഴുതി വെക്കാം കേട്ടോ. ഫ്ലൂറിൻ 9 അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? 2 7 ഇങ്ങനെയല്ല ഇതുവരെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതിനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് കെ എന്ന് പറയുന്നതിന് 1ൽ എസ് സബ്ഷെല്ലിലോട്ട് 2 പോയി. ഓക്കെ, പിന്നെ എവിടേക്ക് പോവും? 2sൽ 2 പോയി. ഇനി 2ൽ പി ഉണ്ട് അല്ലേ? 2ൽ പി എന്ന് പറയുന്ന സബ്ഷെല്ലും കൂടി ഉണ്ട്. 2pയിലോട്ട് ബാക്കി 5 ഇലക്ട്രോണും പോയി. കാരണം 6 ഇലക്ട്രോൺ മാക്സിമം പിയിൽ കൊള്ളും. അതിൽ 5 ഇലക്ട്രോൺ അവിടെ പോയി. 2p5 എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് വേറൊരാളെയും കൂടി എഴുതി വെക്കാം. സോഡിയം എങ്ങനെ നമ്മൾ സോഡിയം എഴുതുക? സോഡിയം 11 അല്ലേ? സോഡിയം 11 എന്ന് പറയുമ്പോൾ 1sൽ 2 പോയി, 2sൽ 2 പോയി, 2pയിൽ 6 പോയി അല്ലേ? പിയിൽ മാക്സിമം 6 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പോൾ 1s2 2s2 2p6 2ലുള്ള കംപ്ലീറ്റ് കഴിഞ്ഞു. 2ൽ 2 സബ്ഷെല്ലേ ഉള്ളൂ, എസും പിയും. അത് കംപ്ലീറ്റ് ഫില്ലായി പോയി കഴിഞ്ഞു. ഇനി എവിടേക്കാ പോവുക? മൂന്നാമത്തെ മെയിൻ ഷെല്ലിലോട്ട് ഇലക്ട്രോൺസ് പോകും അല്ലേ? മൂന്നാമത്തെ മെയിൻ ഷെല്ലിൽ എസ്സിലോട്ട് പോവും. അപ്പം ഇനി ആരുണ്ടാവുക? 3sൽ പോവും. 3sൽ പോവും. 3sലാണ് ആദ്യം പോവുക കേട്ടോ. 3sൽ പോയിട്ട് ബാക്കി 10 ഇലക്ട്രോൺ ഇവിടെ ഫില്ലായി. ഇനി ഒരൊറ്റ ഇലക്ട്രോണല്ലേ ഉള്ളൂ. അത് 3ൽ എസ്സിൽ 1 ആയിട്ട് അവിടെ നിൽക്കും. ഈസി അല്ലേ? അപ്പോൾ സോഡിയം 11 എന്ന് പറയുന്നത് 1s2 2s2 2p6 രണ്ടാമത്തെ ഷെല്ലിൽ എസും ബിയും കംപ്ലീറ്റ് ഫില്ലായി. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിലോട്ട് പോകും. മൂന്നാമത്തെ മെയിൻ ഷെല്ലിൽ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിലോട്ട് ഒരൊറ്റ ഇലക്ട്രോൺ പോയി. ഈസി അല്ലേ? നമുക്ക് ഒരൊറ്റ ആളതും കൂടി എഴുതി വെക്കാം കേട്ടോ. അത് എഴുതാം നമ്മൾ. അലുമിനിയം
13 അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അലുമിനിയം 1s2 2s2 2p6 2 കഴിഞ്ഞു കേട്ടോ. 1 എന്ന് പറയുന്ന K കഴിഞ്ഞു, L കഴിഞ്ഞു കേട്ടോ. 1s2s2 2p6 ആയി. പിന്നെ എങ്ങനെ എഴുതാം? 3s2 ആയി കേട്ടോ. 3s2 ആയേ, 3s2 ആയി. മൂന്നാമത്തെ മെയിൻ ഷെല്ലിൽ എസ്സിലും മാക്സിമം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. 3s2 ആയി. പിന്നെ 3യിൽ മൂന്നാമത്തെ മെയിൻ ഷെല്ലിൽ പിന്നെ ആരുണ്ട്? പിയും ഡിയും ഉണ്ട്. പിന്നെ നമ്മൾ 3p എടുക്കുക. 3p എടുത്തിട്ട് ബാക്കിയുള്ള എത്രയായി? 10 12 13 അല്ലേ? 3p1 ആയി. ഈസി അല്ലേ? അപ്പോൾ 1s2 2s2 2p6 3s2 3p1 ആയി. ഇങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇനി നിങ്ങൾ ഇതുപോലെ ഒരുപാട് എലമെൻസിനെ എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കണം, ഒരുപാടെണ്ണം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ക്ലോറിൻ എത്രയാണ്? 17 അല്ലേ? 17 അല്ലേ ക്ലോറിൻ നിങ്ങൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p എത്രയാവും? 10 ആയി. 10 12 ആയി. ബാക്കി എത്ര ഉണ്ട്? 5. 3pയിൽ 5 ആകുമ്പോഴേക്കും 17 ആയി കഴിഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ 3pയിൽ മാക്സിമം എത്ര ഇലക്ട്രോണാണ് കൊള്ളുന്നത്? 6 ഇലക്ട്രോൺസ് അല്ലേ കൊള്ളുന്നത്. അപ്പോൾ 3pയിൽ 5 ഇലക്ട്രോൺ ആയി. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2 2s2 2p6 3s2 3p5. ഈസി അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് എലമെൻസിനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഈ K എന്ന് പറയുന്നത്? ഒന്നാമത്തേതിൽ എസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേൽ എസും പിയും ഉണ്ടാവും, മൂന്നാമത്തേൽ എസും പിയും ഡിയും ഉണ്ട്, നാലാമത്തേൽ എസ് പി ഡി എഫ് ഉണ്ട്. അതുപോലെ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ ഒരു കാര്യം വരുന്നത് എന്താ വെച്ചാൽ, ഡി സബ്ഷെല്ലിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അവിടെ നിങ്ങൾ ഓഫ് ബ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓഫ് ബ പ്രിൻസിപ്പിൾ എന്താണ്? ഓഫ് ബ പ്രിൻസിപ്പിൾ ഒന്നുമില്ല, അതിൻ്റെ എനർജിയുടെ ഓർഡറിലാണ് നിങ്ങൾ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടതെന്നാണ് അവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഞാനൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓഫ് ബ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾ അവിടെ പഠിക്കും. അപ്പോൾ ഇവിടെ പറയുന്നതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3യിൽ നമ്മൾ പറഞ്ഞു എസും പിയും ഡിയും ഉണ്ട് അല്ലേ? എസും പിയും ഡിയും ഉണ്ട്. അപ്പോൾ 3p കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് 3D എഴുതാൻ പറ്റില്ല. 3Dയേക്കാളും എനർജിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3D എന്ന് പറയുന്നത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എഴുതുന്നത് 4sനെയാണ്. 4s കഴിഞ്ഞിട്ടേ 3D വരുന്നുള്ളൂ. എനർജിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓഫ് ബ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: ആദ്യം 1sൽ ഫില്ല് ചെയ്യും, പിന്നെ 2sൽ ഫില്ല് ചെയ്യും, പിന്നെ 2p, പിന്നെ 3s. അതാണ് ഞാൻ താഴോട്ട് ആരോ മാർക്ക് ഇട്ടിട്ടത് കേട്ടോ. 2p കഴിഞ്ഞിട്ട് 3sൽ ഫില്ല് ചെയ്യും, 3s കഴിഞ്ഞിട്ട് 3pയിൽ തന്നെ ഫില്ല് ചെയ്യും, 3p കഴിഞ്ഞിട്ട് നമ്മുടെ ഫില്ലിങ് നടക്കുന്നത് 4sലാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. 3p കഴിഞ്ഞാൽ നമ്മൾ 3Dയിലേക്ക് പോകാൻ പാടില്ല. 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 4sലാണ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ 3Dയിലേക്ക് പോകേണ്ടത്. ഒന്നുമില്ല, നിങ്ങൾ നേരെ 1s 2s ചെയ്താൽ 2p, പിന്നെ നേരെ എപ്പോഴും s എഴുതിയാൽ മതി. 2p കഴിഞ്ഞിട്ട് നേരെ താഴെ 3s, 3p കഴിഞ്ഞാൽ നേരെ ചോടെ 4s എഴുതുക. 3D 4p കഴിഞ്ഞാൽ 5s. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൻ്റെ ഈസി ആയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഡി വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ 4sലാണ് ഇലക്ട്രോണിൻ്റെ ഫില്ലിങ് നടക്കുക, എന്നിട്ട് 3Dയിലേക്ക് പോകുള്ളൂ. നേരിട്ട് 3p കഴിഞ്ഞാൽ 3D എഴുതാൻ പാടില്ല. ഓക്കെ, 3p കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? 4s എഴുതണം കേട്ടോ. 4s എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 3D എഴുതാൻ പാടുള്ളൂ. നമ്മൾ ഓഫ് ബ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. എനർജിയുടെ ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മളത് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്: 1sൽ ആദ്യം ഫില്ല്, പിന്നെ 2s, 2p, 3s, 3p കഴിഞ്ഞാൽ 4s. 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ 4sലോട്ടേ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, പിന്നെ 3Dയിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഡിയിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇപ്പോൾ സ്കാൻഡിയം 21 അല്ലേ? സ്കാൻഡിയം 21 ആണ്. നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6. എത്രയായി മക്കളെ? 10 12 18ആയി. 3p6 കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഫില്ല് ചെയ്യും? 3p6 കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഫില്ല് ചെയ്യും?
3Dയിലല്ല. 3Dയിൽ നമ്മൾ പറഞ്ഞു 3യിൽ 3 സബ്ഷെല്ലുണ്ട്, എസും ബിയും ഡിയും ഉണ്ട്. അപ്പം നമ്മൾ 3യിൽ എസ്സിലും ഫില്ല് ചെയ്തു, 3യിൽ പിയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3Dയിലേക്ക് പോകാൻ പാടില്ല. 4Sൽ കഴിഞ്ഞിട്ടേ നമ്മൾ എവിടേക്ക് പോകാൻ പാടുള്ളൂ? 3Dയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ 3Pയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് പോവുക? 4Sലേക്ക് പോകണം. നമ്മൾ പറഞ്ഞു 3P കഴിഞ്ഞ് കഴിഞ്ഞാൽ 4Sലാണ് ഫില്ല് ചെയ്യേണ്ടത്, ഈ ഒരു ഓർഡറിൽ. 3P കഴിഞ്ഞാൽ 4Sൽ. പിന്നെ നമ്മൾ 3Dയിലേക്ക് നമ്മൾ പോവാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടോ, 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് 4s2, പിന്നെ ബാക്കി വരുന്ന ഒരു ഇലക്ട്രോൺ എവിടെ പോവും? 3D1ലാണ് പോവുക. നോക്കൂ, 3Pയിൽ ഫില്ല് ചെയ്തു, 4Sൽ 2, മാക്സിമം Sൽ 2 ആണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് 3D1. ഇങ്ങനെയാണ് സ്കാൻഡിയത്തിന് വരിക. 21 ആയില്ലേ മക്കളെ? 10 12 18 20 21 21 ആയി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്കാൻഡിയം അതുപോലെ ടൈറ്റാനിയത്തിൻ്റെ ഒക്കെ എഴുതി നോക്കുക. ഒക്കെ എഴുതുമ്പോൾ ഇതാ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ, 3P കഴിഞ്ഞ് കഴിഞ്ഞാൽ 4Sൽ ഫില്ല് ചെയ്തിട്ടേ 3Dയിലേക്ക് പോകാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ക്രോമിയത്തിൻ്റെ ഈസി ആയിട്ട് ക്രോമിയം 24, ഇവിടെ ക്രോമിയവും കോപ്പറും ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സെപ്ഷണൽ കേസാണ് ക്രോമിയവും കോപ്പറും പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും, അപ്പം ക്രോമിയം ഞാനിവിടെ പറയാം, കോപ്പർ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ക്രോമിയം 24 ആണ്. അപ്പം നിങ്ങൾ എഴുതുന്നത് 1s2 2s2 2p6 3s2 3p6. 3p6 കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോവും? 4s2 അല്ലേ? 4s2 3d4. ഓക്കെ അല്ലേ? 10 18 20 24. ക്രോമിയം 24 ഇങ്ങനെയല്ലേ എഴുതുക. പക്ഷേ ഇവിടുത്തെ കേസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറുതാണ്, ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമിയവും കോപ്പറിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4s2 3d4 എന്ന് കാണാൻ പറ്റും. എപ്പോഴും ആരും എന്തിനാ ശ്രമിക്കുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി, സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുക അല്ലേ? ഇവിടുത്തെ കേസിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2 3d4 ആയി നിൽക്കുമ്പോൾ ഡിയിൽ 4 ഇലക്ട്രോൺ ഉള്ളൊരു കേസാണ് നമ്മുടെ ക്രോമിയത്തിനുള്ളത്. ഡിയിൽ നിങ്ങൾക്കറിയാം മാക്സിമം 10 ഇലക്ട്രോൺ ആണ് കൊള്ളുക. ഡിയിൽ 10 എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡായി. ഓക്കെ, അപ്പോൾ ഡിയിൽ 5 എന്നായിട്ട് നിൽക്കുമ്പോൾ, ഡിയിൽ 10 ആയിട്ട് നിൽക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡാണ്. ഇവിടെ ഡിയിൽ 4 അല്ലേ ഉള്ളൂ. അപ്പോൾ ഡിയിൽ 5 ആയി നിൽക്കുമ്പോൾ അതെന്തായി മാറി? ഹാഫ് ഫിൽഡായി. ഓക്കെ, നിങ്ങൾക്കറിയാം ഡി എന്ന് പറയുന്നത് 5 1 2 3 4 5 ഇങ്ങനെയാണ് ഡി സബ് ഷെല്ലുകൾ ഉണ്ടാവുക. ഡി എന്ന് പറയുന്ന 5, അതിന് 5 ഷെല്ലുകളായിട്ടാണ് നമ്മൾ അതിന് തിരിക്കുക ഡീന്. അപ്പോൾ അതിന് 5 ഇങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ ഫില്ലിങ് നിങ്ങൾ എഴുതുക. ഇതൊക്കെ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കൂട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ 10 ഇലക്ട്രോൺ അതിൻ്റെ ഫില്ലിങ് ഇങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിലും അത് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അത് സിമെട്രിക്കലാണ്, അത് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, അത് സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ അത് ഇങ്ങനെ നിൽക്കുമ്പോഴും അത് സ്റ്റേബിളാണ്, അതിന് കംപ്ലീറ്റ്ലി സ്റ്റേബിളാണ്, അതിന് സിമെട്രി ഉണ്ട് അല്ലേ? 5 എണ്ണം, അതിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ ഡി എന്ന് പറയുന്ന ഓർബിറ്റിൽ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഷെല്ലിൽ, ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഹാഫ് ഫിൽഡാണ്. ഹാഫ് ഫിൽഡായിട്ട് നിൽക്കുമ്പോൾ 5 ഓർബിറ്റാണ് അതിനുള്ള. 5ലും അതെന്താണ്? സിമെട്രിക്കലി അത് അറേഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാഫ് ഫിൽഡ് ആകുമ്പോൾ അതെന്താണ്? അതിന് സ്റ്റെബിലിറ്റി കൂടുന്നുള്ള കാര്യം ഞാൻ അയണൈസേഷൻ എൻതാൽപ്പി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നൈട്രജൻ്റെ കേസിൽ. അതുപോലെ തന്നെ ക്രോമിയത്തിൻ്റെ കേസിലും അത് D4 ആയിട്ട് നിൽക്കുമ്പോൾ അതിന് തോന്നും 4sൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, എന്തിനാ അപ്പോൾ 2 ഇലക്ട്രോൺ? അതിൽ നിന്ന് 1 ഇലക്ട്രോൺ എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഈ കംപ്ലീറ്റ് ഹാഫ് ഫിൽഡായി മാറും അല്ലേ? 4s2 ഉണ്ട്. ആ D4 എന്ത് ചെയ്യും എന്നറിയോ? ഈ S2ൽ നിന്ന് 1 ഇലക്ട്രോൺ അങ്ങോട്ട് വലിക്കും. എന്ത് ചെയ്യും? S2ൽ നിന്ന് 1 ഇലക്ട്രോൺ ഇയാൾ ഇങ്ങോട്ട് വലിച്ചിട്ട് എസ്സിൽ 1 ആയിട്ടും ഡിയിൽ 5 ആയിട്ടും നിൽക്കും. ഡിയിൽ 5 എന്ന് പറയുമ്പോൾ ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോണാണ് കൊള്ളുകയെന്ന് പറഞ്ഞു. ഡിയിൽ 5 എന്ന് പറയുമ്പോൾ അത് എന്തായി മാറി? ഹാഫ് ഫിൽഡായി. ഹാഫ് ഫിൽഡ് ആകുമ്പോൾ ക്രോമിയത്തിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അതിന് സിമെട്രി അറ്റൈൻ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അതിനെ സിമെട്രിക്കലി അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അതിന് എന്ത് കിട്ടും എന്ന് പറയാം? അതിന് സ്റ്റേബിൾ, ഹാഫ് ഫിൽഡ് ആകുമ്പോൾ അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടും എന്ന് പറയാം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കേസിൽ നിങ്ങൾ കോപ്പറും ഇതുപോലെ നിങ്ങൾ എഴുതി നോക്കണം, അവിടെ എന്താ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ഹാഫ് ഫിൽഡ്, അവിടെ ഫുൾ ഫിൽഡ് ആയിരിക്കും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ക്രോമിയത്തിൻ്റെ കേസിൽ അത് ഹാഫ് ഫിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ അത് എന്ത് ചെയ്യും? മാറും, ഹാഫ് ഫിൽഡ് ആവും. അപ്പോൾ അവരെന്ത് ചെയ്യും? കോപ്പർ എന്ത് ചെയ്യും? ക്രോമിയം എന്ത് ചെയ്യും? അതിൻ്റെ 4sൽ നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ അത് ഡിയിലേക്ക് കൊണ്ടുപോകും.
അപ്പോൾ ഡിയിൽ 5 ആയി നിൽക്കും. ഡിയിൽ 5 എന്ന് പറയുമ്പോൾ അതെന്തായി? ഹാഫ് ഫിൽഡായി. ഹാഫ് ഫിൽഡ് ആകുമ്പോൾ അതെന്തായി മാറി? അത് എന്തായി മാറി? ഹാഫ് ഫിൽഡ് ആകുമ്പോൾ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. ഇത് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയണത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ക്രോമിയത്തിൻ്റെ കേസിൽ 3D4 എന്നാക്കിയിട്ട് എഴുതരുത്. ഡിയിൽ 4 എന്ന് പറയുമ്പോൾ ഡിയിൽ ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഹാഫ് ഫിൽഡ് ആകുമ്പോൾ അത് ഹാഫ് ഫിൽഡ് ആവാൻ വേണ്ടിയിട്ട് 4s-ൽ നിന്നൊരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 4s1 3D5 എന്നായിരിക്കും ക്രോമിയത്തിൻ്റെ വരിക. അതുപോലെ നിങ്ങൾ കോപ്പറിൻ്റെ ഒന്ന് എഴുതി നോക്കുക. കോപ്പറിൻ്റെ ആകുമ്പോൾ ഫുൾ ഫിൽഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ അവിടെയും തന്നെ S-ൽ 1 ആയിരിക്കും. S എന്നൊരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ ഇത്രയും എണ്ണം നിങ്ങൾക്കറിയാം. ഇത്രയും എന്ന് പറയുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 18 ഇലക്ട്രോൺസ് ആണ്. ഈ 18 ഇലക്ട്രോൺസ് ആണ്. ഇത്രയും 18 ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് ആണ്. ഈ 18 ഇലക്ട്രോൺസ് നിങ്ങൾക്കറിയാം ഇനേർട്ട് ഗ്യാസ് ആർഗണിന്റെ അറ്റോമിക് നമ്പറാണ് 18 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആർഗണിനെ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താലും മതി. ആർഗണിനെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ 18 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആർഗണിനെ നിങ്ങൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ബാക്കി വരുന്നതിനെ ഇങ്ങനെ പുറത്തെഴുതുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് NCERT-ൽ കാണാൻ പറ്റും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതിയത്. അതത്രേ ഉള്ളൂ. നമ്മൾ അതുവരെയുള്ള ഇനേർട്ട് ഗ്യാസസിൻ്റെ സിമ്പിൾ അത് അതുപോലെ കൊടുത്തു. ഇപ്പോൾ 18 ഇലക്ട്രോണിന് പകരം നിങ്ങൾ ആർഗണിന് കൊടുത്തു. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അത് ആർഗണിന് 18 ഇലക്ട്രോൺ ഇങ്ങനെ നീട്ടി വലിച്ചെഴുതുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ബ്രാക്കറ്റിൽ ആർഗണിന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. അതാണ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണുന്നത്. ഇനി ക്രോമിയം കോപ്പർ നിങ്ങൾ എഴുതി നോക്കുക. ക്രോമിയത്തിൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, കോപ്പറിലും ഇതുപോലെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, 3P-യിൽ ഇലക്ട്രോണിൻ്റെ ഫില്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3D എഴുതരുത്. 4s-ൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തിട്ടേ 3D-ലേക്ക് പോകാൻ പാടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഇപ്പോൾ 25 ആണ് മാംഗനീസോ, അതായത് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ 25 അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? 4s2-ൽ പോകും അല്ലേ? 4s2 പോകും. അപ്പം എത്രയും 10 18 20 ആയി അല്ലേ? പിന്നെ എങ്ങനെ പോകും? 3D-ൽ 5 ആയി. ഈസി അല്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് മാത്രം 3P കഴിഞ്ഞ് കഴിഞ്ഞാൽ 3D എല്ലാം എഴുതുക, 4s ആണ് എഴുതുക. അതിനാണ് ഈ ഒരു ഓർഡർ ഞാൻ പറഞ്ഞത് കേട്ടോ. 1s 2s 2p 3s 3p കഴിഞ്ഞാൽ 4s എന്നിട്ട് 3D. ഇതാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. എനർജിയുടെ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് നടക്കുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും വരച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡിയും പിയും വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സിമ്പിളാണ് എഴുതാൻ. എല്ലാവരും തന്നെ എന്ത് ചെയ്യാം? ഒരുപാട് എലമെൻസിൻ്റെ ഇങ്ങനെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് നോക്കുക. ഇപ്പോൾ ഞാൻ നിയോണും കൂടെ നിയോൺ 10 ആണ്. നിയോൺ 10 എങ്ങനെ എഴുതും? 1s2 2s2 2p6. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ കൊള്ളും. ഇപ്പോൾ 2p6. അപ്പോൾ നിങ്ങൾ ഡി വരുമ്പോൾ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അതിലൊന്നുമില്ല. ഡി വരുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക? 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ 4s-ൽ ഫില്ല് ചെയ്തിട്ട് 4s-ൽ 2 ഇലക്ട്രോണെ കൊടുത്തിട്ട് 3D-ലേക്ക് പോയാൽ മതി. ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളുകയും ചെയ്യും. അതറിയാം. S-ൽ 2 പിയിൽ 6 ഡിയിൽ 10 F-ൽ 14 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക എന്നുള്ളത്. കെയിൽ ഒരൊറ്റ ഇലക്ട്രോൺ 1s മാത്രമേ ഉള്ളൂ. 2-ൽ 2s-ഉം 2p ഉണ്ട്. 3-ൽ 3s-ഉം 3p-യും 3D ഉണ്ടാവും. 3D എന്ന് പറയുന്നത് 3p കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് ശരിക്കും 4s ആയിരിക്കും. എന്നിട്ട് നമ്മൾ 3D എഴുതുള്ളൂ. ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ എലമെൻസിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഒരുപാട് എലമെൻസിൻ്റെത് നിങ്ങൾ എഴുതി നോക്കുക. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെതും നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. എന്താവും? അത് ആ ഫീൽഡ് കംപ്ലീറ്റ് ഫീൽഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് 4s2-ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ അത് ഡിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ക്രോമിയത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു തന്നു. 4s1 3D 5 ആയിട്ട് നിൽക്കും. ഡിയിൽ 5 ആകുമ്പോൾ അത് ഹാഫ് ഫീൽഡ് ആണ്. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് അത് അങ്ങനെ ആയിട്ടാണ് ക്രോമിയത്തിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഇനേർട്ട് ഗ്യാസസിനെ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ആർഗൺ നിയോൺ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എഴുതാം. സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് നിങ്ങൾ NCERT-ൽ കാണാൻ പറ്റും. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതെന്താണെന്ന് വെച്ചാൽ അതുവരെയുള്ള എലമെൻറ്റ്സിന്
അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിട്ടുള്ള അറ്റോമിക് നമ്പറുള്ള ഇനേർട്ട് ഗ്യാസസിന് നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു എന്നുള്ളൂ. ബാക്കി വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് എലമെൻസിന് ഇങ്ങനെ എഴുതി നോക്കുക കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് എലമെൻസിൻ്റെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.